ഹായ് ഫ്രണ്ട്സ്, അബി 2.0യുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, എനിക്ക് സമയം കിട്ടാത്തത് കൊണ്ട് ഒന്നും ചെയ്തു തീർക്കാൻ പറ്റുന്നില്ല എന്ന്. എന്നാൽ നമുക്ക് പലർക്കും ഇതുപോലെ തന്നെയാണ്. എന്നാലോ ഇങ്ങനെ പറയുന്ന ഭൂരിഭാഗം ആളുകൾക്കും അവർ വിചാരിച്ച സമയത്തിനുള്ളിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റുന്നില്ല. ടൈം മാനേജ്മെന്റ് ഇല്ലാത്തതാണ് ഇതിനെല്ലാം പ്രധാന കാരണം. നമ്മുടെ ഈ വിലപ്പെട്ട ജീവിതത്തിൽ ടൈം എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ലോകത്ത് വിജയിച്ചവരിൽ 90% ആളുകളും ടൈം വളരെയധികം ഫലപ്രദമായി യൂസ് ചെയ്തതുകൊണ്ടാണ് അവർ ആ നിലയിലെത്തിയത്. നമ്മളെല്ലാവർക്കും ഒരു ദിവസം 24 മണിക്കൂറാണ്. എന്നാൽ എല്ലാവർക്കും തുല്യമായ ഈ മണിക്കൂറുകൾക്കുള്ളിൽ അവർ ചിലത് എന്തൊക്കെയോ കൂടുതലായി ചെയ്തു തീർക്കുന്നു. എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ടൈം ഈസ് കോൾഡ് സക്സസ്. അവർ ഈ സമയത്തെ പ്രൊഡക്റ്റീവായും എഫിഷ്യൻ്റായും യൂസ് ചെയ്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ സക്സസ് ആവാൻ പറ്റിയിട്ടുള്ളത്. നിങ്ങളൊന്ന് സങ്കല്പിക്കുക, നിങ്ങളൊരു സിറ്റുവേഷനിലാണ്. എന്ത് നടന്നാലും നിങ്ങൾ എല്ലാ ദിവസവും ഒരു വലിയ തവളയെ ഭക്ഷിക്കണം. ആ തവളയെ ഭക്ഷിക്കുന്നതിന് ആ ദിവസത്തിൽ ഏത് ടൈം വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് വേറെ ഓപ്ഷനേ ഇല്ല. എന്നാൽ നിങ്ങൾ ഇപ്പോൾ പറയുക, ആ തവളയെ ഭക്ഷിക്കാൻ നിങ്ങൾ ഏത് ടൈമാണ് ചൂസ് ചെയ്യുക? ഈറ്റ് ദാറ്റ് ഫ്രോഗ്. ഈ ബുക്കിന്റെ ഓതർ ബ്രെയിൻ ട്രേസി പറയുന്നത് ആ സിറ്റുവേഷനിലുള്ള ആൾ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ആ തവളയെ തിന്നുമെന്നാണ്. കാരണം നമുക്ക് എന്ത് കഠിനമായ കാര്യങ്ങളുണ്ടെങ്കിലും അത് രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ചെയ്തു തീർക്കുകയാണെങ്കിൽ ആ ദിവസം മുഴുവൻ നമുക്ക് ഇതിനെക്കുറിച്ച് ടെൻഷൻ ഇല്ലാതെ റിലാക്സ് ആയിരിക്കാൻ പറ്റും. ഈ തവളയെ കഴിക്കുന്ന എക്സാമ്പിൾ ഇവിടെ അർത്ഥമാക്കുന്നത് നമുക്ക് ഡെയിലി ചെയ്തു തീർക്കേണ്ട ഹാർഡായിട്ടുള്ള ജോലികളാണ്. അതിപ്പോൾ നമ്മുടെ പഠനം അല്ലെങ്കിൽ നമ്മുടെ മറ്റ് ജോലികൾ എന്നിവയൊക്കെ ആകാം. എന്നാൽ നമുക്കുണ്ടാകുന്ന ഈ ഹാർഡ് തിങ്സ് നമുക്ക് ചെയ്ത് തീർത്തേ പറ്റൂ. നമ്മൾ ഇതിനൊക്കെ ഓരോരോ എക്സ്ക്യൂസസ് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതായത് ഉച്ചയ്ക്ക് ചെയ്യാം, വൈകുന്നേരം ചെയ്യാം, രാത്രി ചെയ്യാം എന്നൊക്കെ. ഇങ്ങനെ നമ്മൾ ഓരോരോ കാര്യങ്ങൾ മാറ്റി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ദിവസം മുഴുവൻ നമ്മൾ ആ ടെൻഷനും സ്ട്രെസ്സും അനുഭവിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മൾ വിചാരിച്ച ഒരു കാര്യവും നമുക്ക് നടക്കില്ല. നമുക്കുണ്ടാവുന്ന ഹാർഡ് വർക്കുകളൊക്കെ നമ്മൾ രാവിലെ തന്നെ ചെയ്തു തീർക്കണമെന്ന് പറയാൻ വേറൊരു കാരണവും കൂടിയുണ്ട്. ആ സമയത്ത് നമ്മുടെ വിൽ പവർ വളരെ കൂടുതലായിരിക്കും. അങ്ങനെ നമുക്ക് വേണ്ട എന്തു കാര്യവും രാവിലെ തന്നെ ചെയ്തു തീർക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് വളരെയധികം റിലാക്സായും ഹാപ്പിയായും ഫീൽ ചെയ്യാൻ തുടങ്ങും. ഈ സമയത്ത് നമ്മുടെ ബ്രെയിൻ എൻഡോർഫിൻ റിലീസ് ചെയ്യും. അതാണ് നമ്മളെ ഹാപ്പി ആക്കുന്നത്. ഈ കിട്ടുന്ന റിലാക്സ്ഡ് ഫീലിംഗ് നമ്മളൊരു പോസിറ്റീവ് അഡിക്ഷനായി യൂസ് ചെയ്ത് ഇതൊരു ഹാബിറ്റാക്കി മാറ്റണം. ഈ പോസിറ്റീവ് ഹാബിറ്റ് യൂസ് ചെയ്ത് നമ്മുടെ ജോലികളെല്ലാം ചെയ്ത് തീർത്ത് അവസാനം നമ്മുടെ കോൺഫിഡൻസ് ലെവൽ അധികമാകും. ഇനി നിങ്ങൾക്ക് കുറച്ച് പ്രാക്ടിക്കൽ മെത്തേഡ് പറഞ്ഞു തരാം. അതുകൂടാതെ നമ്മൾ 4D ടെക്നിക് ഫോർ ടൈം മാനേജ്മെന്റ് കൂടി പറയുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം പ്രോപ്പറായി യൂസ് ചെയ്ത് നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ കഴിയും. പ്രിൻസിപ്പിൾ നമ്പർ 1, സെറ്റിംഗ് ദ ടേബിൾ. നമ്മളൊരു കാര്യം പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റിവെച്ചുകൊണ്ടിരിക്കാൻ കാരണം നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അതായത് അതിനെക്കുറിച്ച് നമുക്ക് ഒരു ക്ലാരിറ്റി ഇല്ല. നമ്മൾ ഏതൊരു കാര്യവും ചെയ്യുന്നതിന് മുന്നോടിയായി നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് അറിഞ്ഞാൽ ചെയ്യുന്ന എന്ത് കാര്യവും പ്രൊഡക്റ്റീവായി തന്നെ നടക്കും. നമ്മൾ സക്സസ്ഫുൾ ആവാൻ നമ്മുടെ ഗോൾസിനെ കുറിച്ച് നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. ഇതിനായി ഓതർ നമുക്കൊരു 7 സ്റ്റെപ്പ് പ്രൊസീജിയർ പറഞ്ഞിട്ടുണ്ട്. സ്റ്റെപ്പ് നമ്പർ 1, ഡിസൈഡ് എക്സാക്ട്ലി വാട്ട് യു വാണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും, അതായത് നിങ്ങളുടെ ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ് എല്ലാത്തിലും നിങ്ങളുടെ ഗോൾസും ടാർഗറ്റും ഫിക്സ് ചെയ്യുക. ആ ഗോൾസ് ആൻഡ് ടാർഗറ്റ്സിൽ നമുക്കൊരു വ്യക്തത വേണം. സ്റ്റെപ്പ് നമ്പർ 2, തിങ്ക് ഓൺ എ പേപ്പർ. ലോകത്തിൽ വെറും 5% ആളുകൾ മാത്രമേ അവരുടെ ഗോൾസിനെ കുറിച്ച് ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ഒരു നോട്ട് ബുക്കിലോ എഴുതുന്നുള്ളൂ. ഇങ്ങനെ എഴുതി വെക്കുന്നവർ അവരുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വളരെയധികം ചാൻസ് ഉണ്ട്. നമ്മുടെ ബ്രെയിനിന് എല്ലാ കാര്യങ്ങളും ഓർത്തു വെക്കാൻ കഷ്ടമാണ്. എന്നാൽ ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യുക എന്നത് വളരെയധികം ഈസിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ക്രിയേറ്റീവ് ഐഡിയാസ് കൂടാതെ നിങ്ങളുടെ ഗോൾസ് എല്ലാം തന്നെ ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ഒരു നോട്ട് ബുക്കിലോ എഴുതി വെക്കുക. അങ്ങനെ ഇതൊരു ഹാബിറ്റായി മാറും. സ്റ്റെപ്പ് നമ്പർ 3, മേക്ക് ഡെഡ് ലൈൻസ്. നിങ്ങൾ സ്റ്റെപ്പ് നമ്പർ 2 പ്രകാരം എന്ത് ഗോൾസ് എഴുതി വെച്ചാലും അതിനൊരു ഡെഡ് ലൈൻ കൊടുക്കുക. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അതിനൊരു ഡെഡ് ലൈൻ കൊടുക്കുക എന്നത് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. എന്നാൽ നമുക്കൊരു ടാർഗറ്റ് ഇല്ലെങ്കിൽ നമ്മളത് ചെയ്യാതിരിക്കാൻ ഓരോരോ എക്സ്ക്യൂസസ് പറഞ്ഞുകൊണ്ടിരിക്കും. സ്റ്റെപ്പ് നമ്പർ 4, മേക്ക് എ ലിസ്റ്റ്. ടൈം മാനേജ്മെന്റിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മേക്ക് എ ലിസ്റ്റ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ കുറഞ്ഞ സമയം കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തീർക്കും എന്നത് ഒരു ലിസ്റ്റായി എഴുതുക. ഇവിടെ നിങ്ങൾ 4 ലിസ്റ്റാണ് തയ്യാറാക്കേണ്ടത്. ആദ്യത്തേത് മാസ്റ്റർ ലിസ്റ്റ്. മാസ്റ്റർ ലിസ്റ്റിൽ നമ്മുടെ ലൈഫിലെ എല്ലാ എൻഡ് ഗോൾസും എഴുതി വെക്കണം. നിങ്ങളുടെ ലൈഫ് ടൈം അച്ചീവ്മെന്റ്സ്,
അതായത് ഞാനൊരു $1 മില്യൺ കമ്പനി ഓപ്പൺ ചെയ്യണം, ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യണം. ഇതെല്ലാം എൻഡ് ഗോൾസ് ആണ്. ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ എൻഡ് ഗോൾസ് എല്ലാം മാസ്റ്റർ ലിസ്റ്റിൽ എഴുതണം. സെക്കൻഡ് വൺ, മന്ത്ലി ലിസ്റ്റ്. മന്ത്ലി ലിസ്റ്റ് നമ്മൾ ആ മാസത്തിൽ ചെയ്തു തീർക്കേണ്ട എല്ലാവിധ കാര്യങ്ങളെ കുറിച്ച് എഴുതി വെക്കണം. അതായത് നിങ്ങളുടെ മാസ്റ്റർ ലിസ്റ്റ് നിങ്ങൾ എഴുതിയ ഗോൾസിന് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ വേണം മന്ത്ലി ലിസ്റ്റ് തയ്യാറാക്കാൻ. തേർഡ് വൺ, വീക്ക്ലി ലിസ്റ്റ്. ഇതിൽ നിങ്ങൾ ഒരാഴ്ചയ്ക്കുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് എഴുതി വെക്കണം. എന്നാൽ വീക്ക്ലി ലിസ്റ്റിലെ കാര്യങ്ങൾ മന്ത്ലി ലിസ്റ്റിൽ എഴുതിയ കാര്യങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലായിരിക്കണം എഴുതേണ്ടത്. നമ്പർ 4, ഡെയിലി ലിസ്റ്റ്. നമ്മളുടെ വീക്ക്ലി ലിസ്റ്റിലെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ ഒരു ദിവസം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതാണ് നിങ്ങളുടെ ഡെയിലി ലിസ്റ്റ്. നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ ഒരു ലിസ്റ്റിന്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന്. പക്ഷെ ഒറ്റ രാത്രി കൊണ്ട് സക്സസ് ആയവരായി ആരും തന്നെ ഇല്ല. നിങ്ങളുടെ ലൈഫ് ഗോൾസ് എല്ലാം മാസ്റ്റർ ലിസ്റ്റിലാണുള്ളത്. ഈ മാസ്റ്റർ ലിസ്റ്റിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കുറച്ച് ഡെയിലി ലിസ്റ്റിലേക്ക് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ഇനി അടുത്തതായി എന്ത് ചെയ്യണം എന്നൊരു ധാരണയുണ്ടാകും. നിങ്ങൾ എന്താണ് അടുത്തതായി ചെയ്യാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയതിനാൽ നിങ്ങളുടെ മാസ്റ്റർ ലിസ്റ്റിലെ ഗോളുകൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് നമ്മൾ ആദ്യം പറഞ്ഞ ഉദാഹരണം പോലെ എന്ത് ഹാർഡായിട്ടുള്ള വർക്കും നമ്മുടെ സമയം നഷ്ടപ്പെടാതെ വേഗം തന്നെ ചെയ്തു തീർക്കാൻ സാധിക്കും. സ്റ്റെപ്പ് 5, ഓർഗനൈസ് ദ ലിസ്റ്റ് ആൻഡ് മേക്ക് എ പ്ലാൻ. നമ്മളിപ്പോൾ ഇവിടെ ഒരു ലിസ്റ്റിനെ കുറിച്ച് പറഞ്ഞു. ഈ ലിസ്റ്റ് നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് എഴുതി വെച്ചാൽ മാത്രം പോരാ, അത് നമ്മൾ കറക്റ്റായി ഓർഗനൈസ് ചെയ്യണം. അതായത് നിങ്ങൾ എഴുതി വെക്കുന്ന കാര്യങ്ങൾ എങ്ങനെ എപ്പോൾ ചെയ്യണമെന്ന് സിമ്പിളായി ഒന്ന് പ്ലാൻ ചെയ്യുക. സ്റ്റെപ്പ് നമ്പർ 6, ടേക്ക് ആക്ഷൻ ഓൺ യുവർ പ്ലാൻ. നിങ്ങൾ ഫോം ചെയ്ത പ്ലാൻ പ്രകാരം നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ എടുക്കാൻ തുടങ്ങുക. അതായത് പ്രവർത്തിക്കാൻ തുടങ്ങുക. മറിച്ച് പ്ലാൻ ചെയ്യുകയും ഒന്നും തന്നെ ചെയ്യാതെ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞു നിൽക്കാതെ പെട്ടെന്ന് തന്നെ നമ്മുടെ പ്ലാൻ പ്രകാരം കാര്യങ്ങൾ ചെയ്തു തീർക്കുക. കാരണം നിങ്ങളുടെ പ്ലാനുകളാണ് നിങ്ങളുടെ വർക്കുകൾ തീർക്കുന്നത്. നിങ്ങളുടെ പ്ലാൻ പ്രകാരമുള്ള നിങ്ങളുടെ പ്രവൃത്തികളാണ് നിങ്ങളുടെ ജോലികൾ ചെയ്തു തീർക്കുന്നത്. സ്റ്റെപ്പ് നമ്പർ 7, ഡു തിങ്സ് എവറി ഡേ ദാറ്റ് മേക്സ് യു മൂവ് ടുവാർഡ് യുവർ ഗോൾ. അതായത് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ നമ്മളൊരു മന്ത്ലി ടാർഗറ്റ് സെറ്റ് ചെയ്യുക. ഇത് കണ്ടിന്യൂസ് ആയി ചെയ്തു വരുമ്പോൾ നമുക്കൊരു മാസത്തിന്റെ അവസാനത്തിൽ നമ്മുടെ ടാർഗറ്റ് ചെയ്തു തീർക്കാൻ പറ്റുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെയിലി ആ ടാർഗറ്റിൽ എത്തുന്നതിന് വേണ്ടി ചെറിയ ചെറിയ ആക്ഷൻസ് എടുക്കുക. ഇതൊരു ഹാബിറ്റായി മാറ്റുക. ഇതാണ് ബ്രെയിൻ ട്രേസി പറഞ്ഞ ആ 7 സ്റ്റെപ്പ് പ്രൊസീജിയർ. ഈ 7 സ്റ്റെപ്പ് പ്രൊസീജിയർ നിങ്ങളുടെ ടൈം മാനേജ്മെന്റ് മാത്രമല്ല, മറിച്ച് നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനും നിങ്ങളെ പ്രാപ്തരാക്കും. ഇനി നമ്മൾ അടുത്തതായി പറയാൻ പോകുന്നത് 4D ടെക്നിക് ഫോർ ടൈം മാനേജ്മെന്റ് ആണ്. ഇതിനായി ആദ്യം ചെയ്യേണ്ടത് ഒരു ചതുരം വരയ്ക്കുക. അതിൽ ഹൊറിസോണ്ടലായും വെർട്ടിക്കലായും ഓരോ വരകൾ വരയ്ക്കുക. ഇങ്ങനെ 4 ഈക്വൽ സ്ക്വയേഴ്സ് കിട്ടും. ഏറ്റവും മുകളിൽ ലെഫ്റ്റ് സൈഡിലായി ഇമ്പോർട്ടന്റ് എന്ന് എഴുതി വെക്കുക. ഈ ഭാഗത്തായി നോട്ട് ഇമ്പോർട്ടന്റ് എന്ന് എഴുതി വെക്കുക. ഇവിടെ അർജന്റ് എന്നും ഇവിടെ നോട്ട് അർജന്റ് എന്നും. ഇപ്പോൾ ഒന്നാമത്തെ കോളം എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആൻഡ് അർജന്റ് ആണ്. ആ കാര്യങ്ങൾ ഡു ഇറ്റ് നൗ, ദാറ്റ്സ് ദ ഫസ്റ്റ് ഡി. ഇനി തൊട്ടപ്പുറത്തുള്ളത് നോട്ട് ഇമ്പോർട്ടന്റ് ബട്ട് അർജന്റ്. ഈ കാര്യത്തെ നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാവുന്നതാണ്. അതായത് ഈ കാര്യം ചെയ്യാൻ നമുക്ക് മറ്റൊരാളെ ചുമതലപ്പെടുത്താം. നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് ഈ കാര്യം ചെയ്യേണ്ട എന്നാണ് അർത്ഥം. ഇനി അടുത്തതായി ഈ ഭാഗത്തുള്ളത് ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് അർജന്റ്. അതിനെ നമുക്ക് ഡിലേ ചെയ്യാം. അതായത് വൈകി ചെയ്താലും വലിയ ബുദ്ധിമുട്ടില്ല. തൊട്ടിപ്പുറത്തുള്ളത് നോട്ട് ഇമ്പോർട്ടന്റ്, നോട്ട് അർജന്റ്. അതിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇതാണ് ടൈം മാനേജ്മെന്റിനുള്ള ആ 4D ഫോർമുല. ഇപ്പോൾ നമുക്ക് 4D കിട്ടി. പക്ഷെ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഈ രീതിയിലാണ്. താഴെ നിന്നാണ് ചെയ്തു തുടങ്ങേണ്ടത്. അതായത് ആദ്യം ലിസ്റ്റിൽ ക്രമീകരിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഏതൊക്കെയാണ് ഡിലീറ്റ് ചെയ്യേണ്ടത് ആ കാര്യം ആദ്യം ഡിലീറ്റ് ചെയ്യുക. ലിസ്റ്റിനെ കുറച്ചുകൊണ്ടുവരിക. അതിനുശേഷം ഡിലേ ചെയ്യേണ്ട കാര്യങ്ങളെ മാറ്റി എഴുതുക. ഇനി ചെയ്യേണ്ടത് മറ്റൊരാളെ ചുമതലപ്പെടുത്തേണ്ട കാര്യങ്ങൾ, അതായത് ഡെലിഗേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്യുക. ഡു ഇറ്റ് നൗ. നാളത്തേക്ക് മാറ്റി വെക്കാതെ ഇപ്പോൾ തന്നെ ചെയ്യുക. ഇതാണ് ഈ പറഞ്ഞ 4D ടെക്നിക് ഫോർ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. 4D ടെക്നിക് ഫോർ ടൈം മാനേജ്മെന്റ് ഒഴിച്ച് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ബ്രെയിൻ ട്രേസിയുടെ ഈറ്റ് ദാറ്റ് ഫ്രോഗ് എന്ന ബുക്കിലേതാണ്. ബുക്കിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് വായിച്ചു നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.